കേന്ദ്ര സർക്കാരും ബി.ജെ.പിയും മുനമ്പംകാരെ പച്ചയ്ക്ക് പറ്റിച്ചു. കേന്ദ്ര സർക്കാർ വഖഫ് ബില്ല് പാസാക്കിയെങ്കിലും മുനമ്പംകാർ വഴിയാധാരമാകും. വഖഫ് ഭേദഗതി ബില്ല് മുനമ്പംകാർക്ക് നൽകുന്ന സുരക്ഷയെക്കുറിച്ച് സ്ഥിരീകരിക്കാൻ മുനമ്പത്തെത്തിയ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമായത് വഖഫ് ഭേദഗതി ബില്ലുകൊണ്ട് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്നാണ്. ഇതൊക്കെയാണ് കേരളത്തിലെ ദൃശ്യാച്ചടി മാധ്യമങ്ങൾ ഇന്നലെയും ഇന്നുമായി പ്രചരിപ്പിച്ച വാർത്തയുടെ ഹെഡ്ലൈനുകൾ. ഇത് കണ്ടും കേട്ടും തെറ്റിദ്ധരിക്കാനിടയുള്ളവരോട് പറയട്ടെ, കേരളത്തിലെ ദൃശ്യാച്ചടി മാധ്യമങ്ങളിലെ ഭൂരിപക്ഷം മാധ്യമപ്രവർത്തകരും ഇടത് വലത് അജണ്ടകൾക്കായി നിലകൊള്ളുന്നവരാണെന്ന കാര്യം പണ്ടേ അങ്ങാടിപ്പാട്ടാണ്. അതിന്റെ കാരണം ഗാന്ധിസത്തോടും മാർക്സിസത്തോടും അവർക്കുള്ള അടങ്ങാത്ത ആവേശം കൊണ്ടൊന്നുമല്ല, മറിച്ച് ഈ രണ്ട് പാർട്ടിക്കാരെയും കൃത്യമായി ഉപയോഗിച്ച് വളർന്നുവരുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമും അജണ്ടയും കൊണ്ട് തന്നെയാണ്. അക്കാര്യത്തിൽ അവർ ഇന്നലെയും വിജയിച്ചു. ഇന്നലെ കേന്ദ്രമന്ത്രി റിജിജുവിന്റെ മുനമ്പം സന്ദർശനത്തെക്കുറിച്ചുള്ള വാർത്തകൾ മുഖ്യധാര മാധ്യമങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചതും അവരുടെ ഈ പ്രീ പ്ലാൻഡ് അജണ്ടകൾക്ക് അനുസരിച്ച് മാത്രമാണ്. ഇക്കാര്യം മുനമ്പത്തെ ജനങ്ങളും അവരോട് അനുഭാവം കാട്ടി നിലകൊള്ളുന്ന സമൂഹവും തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്നാൽ അവർക്ക് ജയ് വിളിക്കുന്ന ഒരു വിഭാഗം പേർക്ക് മാത്രം തിരിച്ചറിയാനാവില്ല എന്നതാണ് ഏറെ ഖേദകരം. കേന്ദ്ര സർക്കാർ നിയമമാക്കിയ വഖഫ് ഭേദഗതി ബില്ല് മുൻ കോൺഗ്രസ് സർക്കാർ അവതരിപ്പിച്ച 1995 പ്രീണന വഖഫ് നിയമത്തിന്റെ എല്ലാത്തരം അനീതികളെയും ഇല്ലാതാക്കി ആ വഖഫ് നിയമത്തിന്റെ ഇരകളായി കിടപ്പാട നഷ്ടപ്പെട്ടു പോകാമായിരുന്ന എല്ലാ ഇരകൾക്കും നീതി ഉറപ്പാക്കാൻ പോന്നതാണെന്ന് അവർക്കെല്ലാം ഉറപ്പായിരുന്നു. എന്നാൽ ഈ നിയമപ്രാബല്യത്തോടെ തങ്ങളുടെ നിലനിൽപ്പ് അവതാളത്തിലാകുകയും തങ്ങളുടെ കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോവുകയും ചെയ്യുന്നു എന്ന് ബോധ്യമായ പാർട്ടികൾ ആടിനെ പട്ടിയാകുന്ന നുണപ്രചരണങ്ങളുമായി ഏതാനും ദിവസങ്ങളായി രംഗത്തിറങ്ങുകയായിരുന്നു. വഖഫ് ഭേദഗതി ബില്ലിന് മുൻകാല പ്രാബല്യമില്ലെന്നും മുനമ്പം ജനത പെരുവഴിയിലാകുമെന്നും പ്രചരിപ്പിച്ച് ക്രൈസ്തവ സമൂഹത്തെ ആദ്യ പിടിപ്പിച്ചപ്പോൾ നിങ്ങളുടെ സ്വത്ത് തട്ടിയെടുക്കാനുള്ള സംഘപരിവാറിന്റെ അജണ്ടയാണ് വഖഫ് ബില്ലെന്ന് പറഞ്ഞ് മുസ്ലിം സമൂഹത്തെയും എരികയറ്റിവിട്ടു. അതിന്റെ പ്രതിഫലനങ്ങളായി ക്രൈസ്തവർക്കിടയിൽ ആശയക്കുഴപ്പവും മുർഷിദാബാദ് പോലെയുള്ള സ്ഥലങ്ങളിൽ കലാപവും കൊലപാതകവും അരങ്ങേറിയപ്പോൾ അക്കൂട്ടർ ഊറിച്ചിരിക്കുകയായിരുന്നു എന്നതാണ് സത്യം. കേരളത്തിലെ ക്രൈസ്തവർ എക്കാലത്തും ഇവരുടെ വോട്ട് ബാങ്കുകളായി ഓച്ചാനിച്ചു നിൽക്കുമെന്ന് ഇവർ തെറ്റിദ്ധരിച്ചു. പക്ഷേ നിലനിൽപ്പിന്റെ വിഷയത്തിൽ ക്രൈസ്തവർ നിലപാട് കടുപ്പിച്ചതോടെ പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ച് കാര്യം നേടാനുള്ള രണ്ടാം നമ്പർ കളികളുമായി ഇക്കൂട്ടർ കളത്തിലിറങ്ങിയിരിക്കുകയാണ്. പരസ്യദാതാക്കളെ പിണക്കി കഞ്ഞുകൂടി മുട്ടിക്കാൻ താൽപ്പര്യമില്ലാത്ത മാധ്യമങ്ങളുടെ പരാധീനതകളെ അവർ പരമാവധി മുതലാക്കുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം. മുനമ്പംകാരുടെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുമെന്നും മുനമ്പം ജനതയുടെ റവന്യൂ അവകാശം തിരികെ നൽകുമെന്നും എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്നും പ്രശ്നം പരിഹരിച്ച ശേഷം വീണ്ടും മുനമ്പത്ത് വരുമെന്നുമായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ഇന്നലത്തെ പ്രസംഗത്തിന്റെ ഉള്ളടക്കം. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നതെങ്കിലും ഇവിടുത്തെ പ്രശ്നത്തെക്കുറിച്ച് നേരിട്ടറിയാമെന്നും നിങ്ങൾ നേരിടുന്ന പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുന്ന നേതാവാണ് പ്രധാനമന്ത്രി മോദിയെന്നും മതേതര രാജ്യത്ത് എല്ലാവർക്കും അവകാശങ്ങളുണ്ടെന്നും അതെല്ലാം സംരക്ഷിക്കപ്പെടുമെന്നും പ്രതിപക്ഷം നടത്തുന്ന രാഷ്ട്രീയ നാടകങ്ങളിൽ വീഴരുതെന്നും വഖഫ് ബോർഡിന് ആരുടെയും നിയന്ത്രണം ഇല്ലാതെ ഭൂമി ഏറ്റെടുക്കാൻ അധികാരം നൽകിയിരുന്ന നിയമമാണ് കേന്ദ്രം മാറ്റിയെഴുതിയതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. കേന്ദ്ര സർക്കാർ ഉടനെ പുതിയ നിയമത്തിന് അനുസൃതമായ ചട്ടങ്ങൾ പുറപ്പെടുവിക്കുമെന്നും അതിനെ തുടർന്ന് സംസ്ഥാന സർക്കാരുകൾ വിജ്ഞാപനം പുറത്തിറക്കേണ്ടി വരുമെന്നും അങ്ങനെ മുനമ്പംകാരുടെ റവന്യൂ അവകാശങ്ങൾ തിരികെ ലഭിക്കുമെന്നും കേന്ദ്രമന്ത്രി എടുത്തു പറഞ്ഞിരുന്നു. നിയമപരമായ നടപടികളിലൂടെ അല്ലാതെ ഒറ്റയടിക്ക് തീർക്കാൻ കഴിയുന്ന പ്രശ്നമല്ല മുനമ്പത്തേതെന്നും മുനമ്പത്തേത് രാഷ്ട്രീയ പ്രശ്നമായല്ല മനുഷ്യത്വ പ്രശ്നമായിട്ടാണ് കാണുന്നത് എന്നുമായിരുന്നു യഥാർത്ഥത്തിൽ കേന്ദ്രമന്ത്രി പറഞ്ഞത്. അത് സകല ജനങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കുമെല്ലാം ബോധ്യമാവുകയും ചെയ്തു. ഇനി ഇതൊന്നുമില്ലെങ്കിലും വഖഫ് ട്രൈബ്യൂണലിന്റെ വിധിക്കെതിരെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അപ്പീലിന് പോകാമെന്നുമുള്ള ഉറപ്പ് മാത്രം കിട്ടിയാൽ പോലും അത് വലിയ നേട്ടമാണ്. അത് ചില വർഗീയ ശക്തികളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു. അവരുടെ കണ്ണിൽ ഇരുട്ടുകയറുന്നു. അതുകൊണ്ട് അവർ തെറ്റിദ്ധാരണ പരത്തുകയും കൂടെ മാധ്യമങ്ങളെ വിലക്കെടുത്ത് വാർത്തകളെ വളച്ചൊടിച്ച് അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. 1995 കോൺഗ്രസ് പാർട്ടി നടത്തിയ ഭേദഗതിയിലൂടെ വഖഫിന് അപ്രമാദിത്വവും പരമാധികാരവും നൽകിക്കൊണ്ട് ഇന്ത്യയിൽ ആരുടെ സ്വത്തുവകകൾ പോലും വഖഫിൻ്റേതാണെന്ന് പറഞ്ഞു പിടിച്ചെടുക്കാമെന്നുള്ള ഒരു കിരാത നിയമമാണ് വർഷങ്ങളായി ഇവിടെ നിലനിന്നത്. അതിന്റെ പിൻബലത്തിൽ തന്നെയാണ് മുനമ്പത്തും ഇവർ അധിനിവേശവുമായി ഇറങ്ങിയത്. ആ കിരാത നിയമത്തിന് അന്ത്യം കുറിച്ചു എന്നത് തന്നെയാണ് NDA സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. മുനമ്പത്തേത് പഴയ കേസായതുകൊണ്ട് അതിന് നിയമപരമായ നൂലാമാലകൾ കൂടെ പരിഹരിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ അതിന് കോടതിയുടെ സഹായം കൂടെ വേണ്ടി വന്നേക്കാം. എന്നാലും ഒരു കാര്യം ഉറപ്പുണ്ട്, ഇനിമേൽ ഇന്ത്യയിൽ ഒരിടത്തും മുനമ്പം ആവർത്തിക്കില്ല. ഇതെല്ലാം മറച്ചു പിടിച്ചുകൊണ്ടാണ് വഖഫ് ഭേദഗതി തട്ടിപ്പാണെന്നും കേന്ദ്ര സർക്കാർ ക്രൈസ്തവരെ ചതിച്ചു എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് ഇടതിരും വലതിരും പച്ചക്കള്ളങ്ങൾ പടച്ചുവിടുന്നത്. വാർത്താസമ്മേളനത്തിൽ കിരൺ റിജിജു വ്യക്തമായിട്ട് മറുപടി പറഞ്ഞില്ല എന്നതാണ് മാധ്യമപ്രവർത്തകർ കണ്ടുപിടിച്ച വലിയ കുഴപ്പം. മാധ്യമങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് കൃത്യമായ വിശദീകരണം തന്നെ മന്ത്രി മുനമ്പത്ത് വന്ന് നൽകി. ആയത് കേട്ട ഏവരും സംതൃപ്തരാണ്.
വഖഫ് ബില്ല് സംബന്ധമായ ആശങ്കകൾക്കെല്ലാം കേന്ദ്രമന്ത്രി അറുതി വരുത്തിയതോടെ തങ്ങൾ മനസ്സിൽ കണ്ടതെല്ലാം വടികുത്തിപ്പിരിഞ്ഞെന്നറിഞ്ഞ് പരവശരായ കണ്ണിംഗ് പൊളിറ്റീഷ്യന്മാരുടെയും ക്രൂക്ഡ് മീഡിയകളുടെയും ജൽപ്പനങ്ങളാണ് BJP മുനമ്പങ്കാരെ പറ്റിച്ചേ എന്നത്. പച്ചക്കള്ളം പറഞ്ഞ് ജനങ്ങളെ ദുസ്വാധീനപ്പെടുത്തുന്ന കൗശലക്കാരായ രാഷ്ട്രീയ നയങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് കേന്ദ്രമന്ത്രിയുടെ വാക്കുകളെ ഉളുപ്പില്ലാതെ വക്രീകരിച്ച് അവരും അവതരിപ്പിച്ചത്. ഈ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും വാസ്തവത്തിൽ ആഗ്രഹിച്ചത് മുനമ്പത്തെ പാവങ്ങൾ വഴിയാധാരമാകണമെന്ന് തന്നെയായിരുന്നില്ലേ?